ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് ജയിലിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ വീട്ടിലേക്ക് അല്പസമയം മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുക്കളുണ്ട് എന്നാണ് ഉപയോഗിച്ച പദങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായ പദങ്ങളാണ്. ആഭ്യന്തര ശത്രുക്കളുണ്ട്. അത് രണ്ടാം ലോകമഹായുദ്ധം ഫാസിസത്തിന് നേരെ ജനാധിപത്യ ശക്തികളും സോഷ്യലിസ്റ്റ് ശക്തികളും നേടിയ വിജയം. ഇതിനെല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലും ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന വിചാരധാരയിലെ 3 അധ്യായങ്ങൾ രേഖപ്പെടുത്തി. ആ 3 ആളുകളിൽ ഒന്ന് മുസ്ലിമാണ് ആഭ്യന്തര ശത്രു, 2 ക്രിസ്ത്യാനിയാണ്, 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ 3 ആഭ്യന്തര ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ഹിന്ദുത്വ ഇന്ത്യ പടുത്തുയർത്താനാവുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അവർ മുമ്പോട്ടേക്ക് വെച്ചത്. കുറേ വർഷക്കാലം അവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള അജണ്ട കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴും നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ തുടർച്ചയായിട്ട് ഹിന്ദുത്വ അജണ്ട വെച്ച് തന്നെ മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഈ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക, നിഗ്രഹിക്കുക എന്നതൊരു അജണ്ടയായിട്ട് കൈകാര്യം ചെയ്യണം. അതിപ്പോൾ ഛത്തീസ്ഗഡിലോ അതുപോലെ തന്നെ മണിപ്പൂരിലോ ഒഡീഷയിലോ കർണാടകത്തിലോ UP-യിലോ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായിട്ട്, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നാണ്. രാജ്യത്തെ സ്നേഹത്തിൻ്റെ കുത്തകാവകാശം RSSനാണെന്നാണ്, സംഘപരിവാറിനാണെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യവും നിർവഹിക്കാത്ത, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്തിയില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായി പിന്തുണ നൽകിയ ഒരു പ്രസ്ഥാനമാണ് ഈ സംഘപരിവാർ RSS വിഭാഗം. അവരിപ്പോൾ ദേശസ്നേഹത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളെ ഉൾപ്പെടെ ജയിലിലടക്കാൻ വേണ്ടിയിട്ടാണ്. മതപരിവർത്തനത്തിൻ്റെ മുദ്രാവാക്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പുറമെ ഇപ്പോൾ മനുഷ്യക്കടത്ത് എന്ന പുതിയ മുദ്രാവാക്യവും ഒപ്പം രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കള്ളപ്രചാരവേലി നടത്തുകയാണ്. ദൃശ്യമായ സംഭവമല്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്.